ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് താണ്ട് നല്ല തിരക്കിലാണ്. വേറൊന്നുമല്ല, നമ്മുടെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ചക്ക വറുത്തത് തിന്നണമെന്നൊരു മോഹം. അപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് അങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ചു. കാരണം പ്രവാസികളുടെ ആഗ്രഹങ്ങളാണല്ലോ ചക്ക വറുത്തതും അലുവ കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് കരുതി ഞങ്ങൾ വന്ന് ചക്കയൊക്കെ അരിഞ്ഞു. ഏകദേശം ഒരു 9-9:30 കൂടി നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. അമ്മയും അച്ഛനും ഞാനും പൊന്നൂസും എല്ലാവരും കൂടെ തകർത്തിരുന്ന് ചക്ക അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തണ്ട എണ്ണയൊക്കെ ചൂടായി അതിലേക്കിട്ടപ്പോൾ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ മുറ്റത്ത് അടുപ്പിലായിരുന്നു കേട്ടോ ഇന്ന് ചക്ക വറുത്തത്. കാരണം നമ്മൾക്ക് സമയം ഒരുപാട് വൈകി അതിൻ്റെ പേരിൽ. അങ്ങനെ എന്തായാലും ടോർച്ചൊക്കെ അടിച്ച് തരുന്നുണ്ട്. ടോർച്ച് എടുത്തിരുന്നത് നമ്മുടെ കണ്ണപ്പനാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 11:30 കൂടി നമ്മൾ ചക്കയൊക്കെ വറുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതൊക്കെ വറുത്ത് ഒരു ടിന്നിലാക്കി അടച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് കിടന്നു കേട്ടോ. എന്നിട്ട് വേണ്ട പിറ്റേന്ന് ഏകദേശം നല്ല തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ വേണ്ട വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും ഉണ്ണുന്ന വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഉണ്ണാൻ സമയമായപ്പോഴത്തേക്കിന് നമ്മുടെ കണ്ണമ്മോനൊരു മോഹം ഇലയിൽ ഉണ്ണണമെന്നുള്ളത്. അതെപ്പോഴും അവിടെ ചെന്നാലും കുഞ്ഞിനെ ഇലയിലേ കഴിക്കും. അപ്പോൾ അങ്ങനെ ആട്ടെ എന്ന് ഞാനും കരുതി. കാരണം 3 പ്ലേറ്റ് കഴുകണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ താണ്ടെ അച്ഛന് കുറേ വാഴ കൃഷിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ഇലയൊക്കെ കേട്ടോന്ന് കരുതി കേട്ടോ. കാരണവന്മാർ പണ്ട് പറയാറില്ലേ, ആവുന്ന കാലത്ത് കുറേ വാഴ നട്ടിരുന്നെങ്കിൽ. അത് അച്ഛൻ നല്ലതുപോലെ കേട്ടിട്ടുണ്ട് കേട്ടോ. അയ്യം മൊത്തം വാഴ വെച്ച് കിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ ചെന്നാലും ഇലയിൽ കഴിക്കാം. അപ്പോൾ അച്ഛൻ്റെ പഴയ ഒരു റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് നല്ല പാട്ടൊക്കെ കേട്ട് നമ്മൾ വെളിയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ.